കേരള തനിമയുടെ മാസ്മരികത വിളിച്ചുണർത്തുന്ന തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് തെങ്ങിൻ തൈ നഴ്സറി വിളവ് ഫാം ഫെസ്റ്റ് 2026 ഫെസ്റ്റിനോടനുബന്ധിച്ച് സ്റ്റാളുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണ സാധനങ്ങൾ, മറ്റു വിവിധയിനം കാർഷിക വിളകൾ എന്നിവ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശോഭന, DD ഷീന, ഇവിടുത്തെ ADA, ഈ ഫാമിൻ്റെ ADA ശ്രീമതി ബീന, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഫാമിലെ തൊഴിലാളികൾ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഫാമിനെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്നതിൽ ഇവിടുത്തെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഭംഗിയായി ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 ദിവസമാണ് ഇവിടെ ഈ ഒരു ഫാം ഫെസ്റ്റ് ഉള്ളത്. വളരെ വിപുലമായി അടുത്ത മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പെരിങ്ങമല ഫാമിൽ വളരെ വിപുലമായ ഫാം ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഭംഗിയായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉദ്ഘാടന പരിപാടി വിപുലമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല. കേവലം ഔപചാരികതയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ നടത്തുന്നത്. എന്തായാലും കർഷകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ ഈ ഫാം വിസിറ്റ് ചെയ്യുവാനും ഇവിടെ വളരെ ഭംഗിയായി ഫലവൃക്ഷ തൈകളും പച്ചക്കറിയും ഒക്കെ തന്നെ മറ്റ് കോക്കനട്ട് സീഡുകളും ഒക്കെ തന്നെ വളരെ ഭംഗിയായി ഇവിടെ അലങ്കരിച്ച് വിപണനത്തിനായിട്ടും പ്രദർശനത്തിനായിട്ടും ഒരുക്കിയിട്ടുണ്ട്. അത് കാണുവാനും അതുപോലെ തന്നെ വിപണനത്തിൻ്റെ ഭാഗമാക്കുവാനും എല്ലാവർക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഫാമിനെ ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ നല്ല ഒരു തൊഴിലാളി കൂട്ടായ്മയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഉണ്ട്. നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടെ നമുക്കത് ഭംഗിയായി ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ വലിയ ഒരു ഉദ്ഘാടന ചടങ്ങൊന്നും ഇല്ലെങ്കിൽ പോലും ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിളവ് ഫാം ഫെസ്റ്റ് 2026 തുടക്കമാണെന്ന് നമുക്ക് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വലിയ ഉദ്ഘാടന ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രദർശനങ്ങൾ, സ്റ്റോളുകൾ, വിപണനശാല, ഇതൊക്കെയാണ് നമുക്ക് മുൻതൂക്കം നൽകുന്നത്. നമ്മുടെ നഗരപ്രദേശത്തെ ഒരു ഫാം, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഫാം എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് കണ്ടു മനസ്സിലാക്കുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ന് പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റിനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, അതുപോലെ മറ്റു ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും, നമ്മുടെ പ്രിയ തൊഴിലാളി സുഹൃത്തുക്കൾ, നമ്മുടെ ഒപ്പം നിന്ന എല്ലാവർക്കും, ഇത്രയും ദിവസം നിന്ന് മറ്റ് ഫാമുകളിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഷീന. ഞാൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴക്കൂട്ടം നാളികേര നഴ്സറിയിൽ 2 ദിവസം നമ്മൾ ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. വിളവെന്ന പേരിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്.
ഈ മേളയോടനുബന്ധിച്ച് പ്രദർശന സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള എന്നിവ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ബീന, കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആണ്. നമ്മൾ ഇവിടെ വിളവ് 2026 എന്ന് പറഞ്ഞ ഫാം ഫെസ്റ്റ് കഴക്കൂട്ടം കോക്കനട്ട് നഴ്സറി നടത്തി വരികയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഫാം ഫെസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ഏർമാടം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ പ്രദർശന സ്റ്റാളുകളുണ്ട്. അതുപോലെ നമ്മുടെ ഫലവൃക്ഷ തൈകൾ, ചെടികൾ, പച്ചക്കറികൾ അത് കണ്ടു മനസ്സിലാക്കാനും അതുപോലെ വിപണനത്തിനുമുള്ള എല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ആസ്വാദകരമായി കണ്ടുപോകാനും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്ററിലെ അഗ്രികൾച്ചർ ഓഫീസറാണ്. എൻ്റെ പേര് സുഭജിത്ത് എസ് എന്നാണ്. നമ്മുടെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബയോടെക്നോളജി ലാബാണ്. ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെൻ്ററാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ സക്കരെടുത്ത് ഏതാണ്ട് 12 മാസത്തോളം ലാബിൽ വെച്ച് അതിനുശേഷം പ്രൈമറി സെക്കൻഡറി ചെയ്താണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പല ഇന വെറൈറ്റികളുണ്ട്. നിലവിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നേന്ത്രനുണ്ട്, പിന്നെ അതുപോലെ മഞ്ചേരി കുള്ളനുണ്ട്, മഞ്ചേരി നേന്ത്രനുണ്ട്, പിന്നെ റെഡ് ബനാനയുണ്ട്, അതായത് നമ്മുടെ കപ്പ, പിന്നെ എങ്കാമ്പി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റികൾ നമുക്കുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് റെയർ വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ 6 വെറൈറ്റികളാണ് നമുക്കിവിടെ സ്റ്റോളിലായിട്ട് ഇപ്പം ലഭ്യമായിട്ടുള്ളത് കർഷകർക്ക് എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഓർക്കിഡ് ചെയ്യുന്നുണ്ട്. ഡെൻഡ്രോബിയം ഇനത്തിലുള്ള ഓർക്കിഡും ഫെലനോപ്സിസ് ഇനത്തിലുള്ള ഓർക്കിഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ചെറിയ തൈകളിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അതിന് ഉപരി നമ്മളിവിടെ ഓർണമെൻ്റൽ പ്ലാന്റ്സും ചെയ്യുന്നുണ്ട്. അത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ളത്, പിന്നെ പൂക്കുന്ന പ്ലാന്റ്സും നമ്മൾ ഒത്തിരി ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം മിതമായിട്ടുള്ള റേറ്റാണ്, വലിയ റേറ്റൊന്നുമില്ല. നമുക്കിപ്പോൾ വാഴയ്ക്ക് വരുന്നതാണെങ്കിൽ 20 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓർക്കിഡിന് ഏറ്റവും ചെറിയ ഓർക്കിഡിന് വരുന്നത് 36 രൂപയാണ്. പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സിനും ചെറിയ വിലകൾ 36 രൂപ തൊട്ട് 100, 150 രൂപയ്ക്ക് താഴെ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിരുന്നത്. ഇത്രയുമാണ് നമ്മളിവിടെ സ്റ്റാളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. മോനിച്ചേട്ടാ, മേളയെ കുറിച്ച് 2 വാക്ക് പറയാമോ? നമ്മൾ കഴക്കൂട്ടം കോക്കനട്ട് നഴ്സറിയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു മേള സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ വന്ന AD മേഡം ബീന, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രചോദനം നൽകുകയും തൊഴിലാളികൾ എല്ലാവരും കൂടി ഒന്നായിട്ട് രാപകലില്ലാതെ ആണ് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് 1 മാസമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതിനകത്ത് രാപകലില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പരമായിട്ട് ഒരു മേള സംഘടിപ്പിച്ച് പൊതുജനങ്ങൾക്കായിട്ട് നൽകാനായിട്ട് സാധിച്ചു. അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഞങ്ങൾക്ക്. രണ്ടാമത്, ഈ ഫാമിൽ ഇതുവരെയായിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്, ഇന്നും നാളെയുമായിട്ട്. ഇവിടെ അതുമാത്രമല്ല, ഫുഡ് ഉള്ള സംവിധാനങ്ങളുണ്ട്, പിന്നെ ഫലവൃക്ഷ തൈകളുണ്ട്, വിത്തുകൾ, വളങ്ങൾ, പിന്നെ ഈ ഫാമിൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. കൃഷി ചെയ്തിരിക്കുന്ന രീതികൾ ഓരോ, നേരത്തെ നമ്മൾ പിന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തെങ്ങിൻ തൈ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചും മലക്കറി എങ്ങനെ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മേള എല്ലാ വർഷവും നടത്തണമെന്നാണ് ഞങ്ങളുടേതായ ആഗ്രഹം. അതിന് എല്ലാ ജനങ്ങളുടെയും പിന്നെ സജീവമായ പ്രോത്സാഹനവും കാര്യങ്ങളും ഉണ്ടാവണം എന്നും കൂടി ഞങ്ങൾ പറയുകയാണ്. ഈ മേള വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ചെറിയൊരു ഫാമാണെങ്കിൽ പോലും ഉള്ളത് നല്ല വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ പ്രദർശിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽ ഈ വീഡിയോ കാണുന്ന എല്ലാ ജനങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനങ്ങളുണ്ടാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അറിയിക്കുക. കാരണം ഇത് പൊതുജനങ്ങൾക്കുള്ള ഒരു ഫാമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈകളും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട പിന്നെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം കൂടെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതാണ്, ഇത് ജനങ്ങളുടേതാണ്, പൊതുജനങ്ങൾക്കുള്ളതാണ് ഈ ഫാം. അതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വേണം എന്ന് നിങ്ങൾക്ക് സജഷൻ ചെയ്യാനുള്ള ഒരുതുണ്ട്. അത് നിങ്ങൾ സജഷൻ ചെയ്ത് ഈ വീഡിയോയിലൂടെ ഞങ്ങളെ അറിയിക്കുക. അത് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് രാജി. ഞാൻ ശ്രീകാര്യം കൃഷിഭവന്റെ കീഴിലുള്ള തനിമ കൃഷിക്കൂട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ മേളകൾക്കും പോകാറുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരം നടക്കുന്ന അച്ചാറുകൾ, വെറൈറ്റി പായസം, പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത് ക്യാരറ്റ് പായസം. ക്യാരറ്റ് പായസം
ക്യാരറ്റ് പായസം സ്പെഷ്യൽ അല്ലേ, അപ്പൊ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഒരു വെറൈറ്റി ആണ്. എല്ലാ പായസവും ഉണ്ട്. പാലട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, 5-6 ഐറ്റം പായസം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, 10-20ഓളം ഐറ്റം അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അവലൂസ് പൊടി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചേന പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിപ്സ് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ചിപ്സ് ഉപ്പേരി അച്ചാറ്, അതായത് ഇഞ്ചി നാരങ്ങ മാങ്ങ ഇതായിട്ട് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ലഡു, പല പല ഐറ്റം ലഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ണിയപ്പം, നെയ്യപ്പം, എല്ലാ സാധനവും ഉണ്ടാക്കുന്നു, അച്ചാറുകൾ, അവലോസ് പൊടി, ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേര് ശശീന്ദ്രൻ എന്നാണ്. നമ്മൾ പാലോട് പെരിങ്ങമല കല്ലട സെറ്റിൽമെന്റാണ് വന്നേക്കണത്. നമ്മളെ ഫെസ്റ്റിവൽ ആദ്യത്തെ മേളയാണ്. ചേച്ചി, ഇവിടെ ഏതൊക്കെ ഇനം സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മള് വട്ടി, മുറം, ലാമി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? തീറ കൊണ്ട് നമ്മൾ പറയും വേ എന്നാണ് നമ്മൾ പറയണത്. ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അറുത്ത് അതിനെ ചീന്തി എടുത്ത് അതാണ് ഇങ്ങനെ വട്ടി ഉണക്കിയെടുത്ത് വട്ടി ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്തൊക്കെയാണെന്ന്? ഇത് ലാമി, ഇത് മുറം, ഇതാണ് വട്ടി. ഇത് നമ്മൾ 100 രൂപയ്ക്ക്, ചെറിയ സൈസ് 100 രൂപയ്ക്ക്, പിന്നെ വലിയ സൈസ് 150 രൂപ, 200 രൂപ അങ്ങനെ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പേര് കല്ലാൻ വട്ടി എന്നാണ് ഇതിന്റെ പേര്. ഇതിന് 200 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ പൂവൊക്കെ, പ്ലാസ്റ്റിക്കിന്റെ പൂവൊക്കെ ഇതിനകത്തിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാം. എൻ്റെ പേര് രോഹിണി എന്നാണ്. ഞാനിവിടെ ഉള്ളൂർ ഗ്രീൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഗാർഡൻ റോസ് കൃഷിക്കൂട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ പ്രോഡക്റ്റ്സാണ് ഇതൊക്കെ. ഇത് കോക്കനട്ട് മിൽക്കാണ്. സഹകാരി എന്ന് പറയുന്ന ഒരു ഫാമേഴ്സ് കൊണ്ടുവരുന്ന ഒരു കോക്കനട്ട് മിൽക്കാണിത്. പിന്നെ വെർജിൻ ഓയിലുണ്ട്, അതുപോലെ പനങ്കൽക്കണ്ടുണ്ട്, കോഫി പൗഡറുണ്ട്, റാഗി പൗഡർ, മില്ലറ്റിൻ്റെ റാഗി പൗഡറാണ്. പിന്നെ ഒരു അടദോശയാണ്, മില്ലറ്റിൻ്റെ അടദോശയാണിത്. ഇത് വന്നിട്ട് ഇൻസ്റ്റൻ്റ് ആണ്. ഇത് ഉള്ളൂർ ഗ്രീൻസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. നറുനണ്ടി സിറപ്പുണ്ട്, പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ്, പിന്നെ കറ്റാർ വാഴ, രക്തചന്ദനപ്പൊടിയുണ്ട്, പിന്നെ നവര റൈസ് ഉണ്ട്. ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ പാം ജാഗ്രി കരിപ്പട്ടിയുണ്ട്. ഞാൻ സമൃദ്ധി ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഓക്കെ, നമുക്കുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ചക്കിലാട്ടിയ ട്രഡീഷണലി എക്സ്ട്രാക്ട് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് ഉള്ളത്. അത് 1 ലിറ്ററിൻ്റെയും 1/2 ലിറ്ററിൻ്റെയും അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അത് ഉരുക്കി ബോയിലിംഗ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള കൊപ്ര മാത്രമേ എടുക്കാറുള്ളൂ. എന്തെങ്കിലും ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണുന്ന കൊപ്ര നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ക്ലീൻ ചെയ്ത് നമ്മൾ വിളക്കെണ്ണയായിട്ട് മാറ്റും. ഇത് ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ്. നമ്മുടെ എണ്ണകൾ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. നിങ്ങളെ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ്. എൻ്റെ പേര് സന്ധ്യ ഭായ് എന്നാണ്. ഞാൻ പോത്തൻകോട്ട് കൃഷിഭവനിൽ നിന്ന് വരുന്നതാണ്. സഞ്ജീവിനി കൃഷിക്കൂട്ട എന്ന കൃഷിക്കൂട്ടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. കറ്റാർ വാഴയുടെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്ത്, ഇത് ശംഖുപുഷ്പം, ഇത് ഉപ്പമേനി, അങ്ങനെ മഞ്ഞൾ, അങ്ങനെ ഓരോന്നിൻ്റെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്താണ് ഞങ്ങൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. ഗ്ലിസറിൻ സോപ്പാണ്. പിന്നെ ഹെർബൽ ഷാമ്പു ഉണ്ട്. ഞങ്ങൾ ഇറക്കുന്ന 15 ഹെർബൽ ഐറ്റംസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഹെർബൽ ഷാമ്പു ആണ്. സോപ്പിൻ്റെ പേര് ഞങ്ങളിട്ട് ഹെർബോറ എന്നാണ് ഇട്ടേക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ ഹെർബോറ എന്ന പേരിലാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസിന് സന്ധ്യ കിച്ചൺ എന്നും പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അതിൽ പിക്കിൾ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ പൊടികളുണ്ട്. പിന്നെ ഇത് സഞ്ജീവനി എന്നും പറഞ്ഞ് ലോഷൻ, ഡിഷ് വാഷ്, അതിനിടെ ഇതെല്ലാം സഞ്ജീവനി കൃഷിക്കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ്. പപ്പടം, അത് സന്ധ്യാസ് കിച്ചൺ എന്ന് പറഞ്ഞാണ് ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. പിന്നെ ഇതിൽ ലിപ് ബാമുണ്ട്, കരിയുണ്ട് ഞങ്ങൾക്ക്.
പിന്നെ ക്രീമുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെത്, കറ്റാർ വാഴയുടേത്, അതിൻ്റെയൊക്കെ ഫേസ് ക്രീമുകളുണ്ട്. ഞങ്ങൾ പ്രോഡക്റ്റുകൾ കൊറിയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്പർ, കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ട നമ്പർ 77 36 25 94 81.